കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മകളുടെ വിവാഹദിന തിരക്കുകൾക്കിടയിലും മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്ത അസംബീഗം. വിവാഹ വീട്ടിലെ തിരക്കുകൾക്കിടയിൽ നിന്നാണ് 7-ാം വാർഡിൽ നിന്ന് വിജയിച്ച UDF അംഗം അസംബീഗം സത്യപ്രതിജ്ഞയ്ക്കായി നഗരസഭാ കൗൺസിൽ ഹാളിലേക്ക് എത്തിയത്. മകളുടെ വിവാഹദിന തിരക്കുകൾക്കിടയിലും മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്ത അസംബീഗം രാവിലെ വിവാഹ വീട്ടിലെ തിരക്കുകൾക്കിടയിൽ നിന്നാണ് 7-ാം വാർഡിൽ നിന്ന് വിജയിച്ച UDF അംഗം അസംബീഗം സത്യപ്രതിജ്ഞയ്ക്കായി നഗരസഭാ കൗൺസിൽ ഹാളിലേക്ക് എത്തിയത്. തന്റെ മകൾ അഡ്വക്കേറ്റ് അൽക്ക ഫാത്തിമ നജീബിന്റെ വിവാഹദിനത്തിലും നാടിനോടുള്ള തന്റെ പ്രതിബദ്ധത ഉറപ്പിച്ചാണ് അസംബീഗം നഗരസഭയിലേക്ക് എത്തിയത്. സത്യപ്രതിജ്ഞാ വാചകങ്ങൾ ഏറ്റുചൊല്ലി കൗൺസിലറായി ചുമതലയേറ്റ ശേഷം അസംബീഗം വിവാഹവേദിയിലേക്ക് മടങ്ങി. വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ചെങ്കിലും മകൾക്ക് എന്നും തണലാകുന്നതിനൊപ്പം 2-ാം തവണയാണ് അസംബീഗം മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലറാകുന്നത്. ആലപ്പുഴ ബക്കർ കോട്ടേജിൽ റഹീം അബൂബക്കറിന്റെയും സൈനബ ഇബ്രാഹിമിന്റെയും മകൻ അബ്ദുൾ റഫൂഫാണ് വരൻ. സത്യപ്രതിജ്ഞ കഴിഞ്ഞ വിവാഹവേദിയിലെത്തിയ അസംബീഗത്തിന് പിന്തുണയുമായി നഗരസഭയിലെ മറ്റ് അംഗങ്ങളും വിവാഹ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.